ഹായ് കുട്ടികളെ, ഇന്നൊരു ഒഫീഷ്യൽ ലെറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ ലെറ്ററാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റർ ഇട്ടിരുന്നു. അതെല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ അതെങ്ങനെയെന്ന് വെച്ചാൽ, അതിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വേണ്ട, വലതുവശത്തായിട്ട് ഓഫീസ് ഓഫ് ദി വെച്ചടിക്കണം. ഇതിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ഓഫീസ് ഓഫ് ദി എന്ന് ഫസ്റ്റ് വരി ഓഫീസ് ഓഫ് ദി എന്ന് വച്ചിട്ട് സിംഗിൾ സ്പേസിൽ അടുത്തത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് വയ്ക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് കഴിഞ്ഞിട്ട് അടുത്തത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്, അതും കഴിഞ്ഞിട്ട് തിരുവനന്തപുരം പ്ലേസ് തിരുവനന്തപുരം, പിന്നെ ഡേറ്റഡ് കോമ അടുത്ത വരിയിൽ ഡേറ്റഡ് കോമ, ആ ഡേറ്റ് അതിലേത് ഡേറ്റാണോ കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റ് അടിക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ ഇടതുവശത്തായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ലെറ്റർ നമ്പർ, ആ നമ്പർ അടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഫ്രം വയ്ക്കുന്നത്. ഫ്രം വച്ചിട്ട് അറിയാലോ, 1.5 സ്പേസ് താഴ്ത്തി 5 സ്പേസും തട്ടിയിട്ട് ആദ്യം നമ്മൾ അടിച്ച ഓഫീസ് ഓഫ് ദീര ഏതാണോ ആ ഫ്രം ഫസ്റ്റ് അടിച്ചത് അത് ഈ ഫ്രമ്മിൽ അടിക്കണം. ഒരു വരി മാത്രം അടിച്ചാൽ മതി, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, അത് മാത്രം ഫ്രമ്മിൽ അടിക്കണം. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒന്നും അടിക്കണ്ട, എത്ര അഡ്രസ്സിൽ എത്ര കൊടുത്തിരുന്നാലും അത് അടിക്കേണ്ട. ഫ്രമ്മിൻ്റെ പ്ലേസാണ് വലതുവശത്ത് നമ്മൾ പ്ലേസിൻ്റെ ആയിട്ടും ഇടുന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്ലേസ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ഫ്രം അടിച്ചിട്ട് 2 അടിക്കണം. 2 അഡ്രസ്സ് ഏതാണോ അതിൽ കൊടുത്തിരിക്കുന്ന 2 എന്ന് ഇട്ടിട്ടുണ്ട്, ആ 2 എടുത്ത് അവിടെ അടിക്കുന്നത് പോലെ 2 അടിച്ച് 1.5 സ്പേസ് താഴ്ത്തി 5 സ്പേസ് തട്ടിയിട്ട് 2 അഡ്രസ്സിൽ അതിൽ പേരാണ്, അതൊന്ന് എടുത്ത പേര് അടിച്ചോ. പ്രേംപ്രകാശ്, ശ്രീ ഡോക്ടർ ജി പ്രേംപ്രകാശ്, ജാനകി മന്ദിർ, പാക്കാട്, കണ്ണൂർ. അത് താഴെ അഡ്രസ്സ് അടിക്കും പോലെ അടിക്കണം. താഴെയായിട്ട് കോമയിട്ട് പോകണം. ഓക്കെ. ഇനി 2 കഴിഞ്ഞ് ഇനി സർ വയ്ക്കും. സർ മാർജിൻ ചേർത്ത് സർ എന്നടിച്ചിട്ട് കോമയും കൊടുത്തിട്ട് 5 സ്പേസ് തട്ടണം. ഇനി സബ്ജക്റ്റ് സബ് അടിച്ച് അതും സിംഗിൾ സ്പേസിലാണ്. അതിൻ്റെ കണ്ടൻറ്റ്, സബിൻ്റെ കണ്ടൻറ്റ് അടിക്കുന്നത് സിംഗിൾ സ്പേസിലാണ്. എസ്റ്റേറ്റ് ഭംഗി റഫുണ്ടല്ലോ.
എന്നിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റും കഴിഞ്ഞു. ഇനി ഡബിൾ സ്പേസ് കൊടുത്തിട്ട് റഫ് അടിക്കണം. റഫറൻസിൻ്റെ റഫ് എന്ന് മാത്രം അടിച്ചിട്ട് 2 ഡോട്ടും അടിച്ച് ഒരു ഹൈഫണും കൊടുത്ത് 2 സ്പേസും കൊടുത്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് അടിക്കണം. ഗവൺമെൻറ് ബുക്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ബുക്കിലും എങ്ങനെയാണ് അടിക്കണമെന്ന് മനസ്സിലായില്ലേ? രണ്ടും 2 വിധത്തിലാണ്. അതെങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഗവൺമെൻറ് ബുക്കിലാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള, താഴെ ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഞാനത് വെച്ചിരുന്നല്ല, അത് നോക്കണം. ഇത് ഓഫീസ് ഒപ്പി വെച്ച് അടിക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ബുക്കിലാകുമ്പോൾ ഓഫീസ് ഒപ്പി വെച്ചാണ് അടിക്കുന്നത്. രണ്ടും 2 വിധത്തിലാണ്.
തീർന്നത് തീർന്ന് ഇനി ഡബിൾ സ്പേസ് കൊടുത്തിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഫോർമാറ്റ് പോകാം. അടുത്തത് 4 വെച്ചിട്ട് പുറകിൽ അടുത്ത 4 സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രം അഡ്രസ്സിൽ എന്താണോ അടിച്ചത് അതാണ് അടിക്കേണ്ടത്. അവിടെ കൊടുത്തിരിക്കുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്